ഹലോ, ഗുഡ് മോർണിംഗ്. രജിത ബാലുവാണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നത് എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള സ്പൈഡർ ലില്ലി പൂക്കളാണ് കേട്ടോ. ചിലന്തി ലില്ലി എന്ന് പറയും. ശരിക്കും ഒരു പക്ഷേ ആ പൂവിന് ചിലന്തിയുടെ ഒരു ചായ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് വന്നത് അല്ലേ. അപ്പോഴേ ഇത് ശരിക്കും ഇങ്ങനെ കിഴങ്ങ് പോലത്തെ സവാളയുടെ ചായയുള്ള കിഴങ്ങ് പോലത്തെ കിഴങ്ങായിട്ടാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. അപ്പോൾ അത് നമ്മൾ കുഴിച്ചിട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഈ കണ്ട ലില്ലി ചെടികൾ മുഴുവൻ അതിൽ നിന്നും ബാക്കി ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ളതാണ് കേട്ടോ. പടർന്ന് വരുന്ന പോലെയാണ്. നമ്മുടെ ഒരു തരം ചേമ്പ് ചെടി ഉണ്ടല്ലോ, നമ്മുടെ ചെടി ചേമ്പുകൾ, അതൊരെണ്ണം കൊണ്ട് നട്ട് കഴിഞ്ഞാൽ പിന്നെ പറമ്പ് നിരങ്ങി എന്ന് പറയുന്ന പോലെ ദാ ഒരു കടയിൽ നിന്നാണ് ഇത്ര അധികം നമുക്ക് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഇത് തന്നെ നോക്കിയാൽ ഈ ഒരു കട തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സവാള പോലെയുള്ള കിഴങ്ങ് കിട്ടുന്നുണ്ട് നമുക്ക്. ബൾബ് എന്നാണ് പറയുക, ബൾബ്സ് എന്നാണ് പറയുക കേട്ടോ ഈ കിഴങ്ങിനെ. അത് നട്ടുകൊണ്ടാണ് നമ്മൾ അടുത്തത് ഉണ്ടാക്കുക. അപ്പം അങ്ങനെ ശരിക്കും ഒരു ബോർഡർ പോലെ ഒരെണ്ണമാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് നല്ല വളക്കൂറുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വെച്ചിരുന്നത്. അതായത് അധികവും നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇവിടെ. അപ്പോൾ അവിടെ ഒരെണ്ണം നട്ടു. പിന്നെ ഇതിങ്ങനെ വരുന്നതിനനുസരിച്ച് മാറ്റി ഒരു ബോർഡർ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു തെങ്ങിൻ്റെ സൈഡിലായിട്ടേ. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് അറിയാവുന്ന വിശേഷങ്ങൾ എന്തായാലും കമൻ്റായിട്ട് ഇടണം കേട്ടോ. ഇതിൻ്റെ മറ്റ് ബൊട്ടാണിക്കൽ നെയിമും മറ്റ് സവിശേഷതകളൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. അതുപോലെ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പ്രത്യേക സ്മെല്ലാണ്. എങ്ങനെ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. അത്രയും തരത്തിലുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. അതുപോലെ പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ അത് വിരിയണം. നമ്മൾ നിരീക്ഷിച്ച് നിൽക്കുകയാണെങ്കിൽ ആ വിരിയണ പ്രോസസ്സും കൂടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയേ, 5 or 6 കടകളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഒരെണ്ണം ഇതുപോലെ ഇതിൽ നിന്ന് തെറിച്ച് പോയിട്ട്, അതായത് ഇങ്ങനെ മഴയൊക്കെ വരുമ്പോൾ ശക്തിയിലുള്ള മഴയത്തും ഒലിച്ച് പോയിട്ടാന്ന് തോന്നുന്നുണ്ട്. അത് തെങ്ങിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഒരെണ്ണം വന്ന് മുളച്ചു കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാറ്റി കുത്തുന്ന ഒരു ഭാഗം കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു പരിചരണം കൊടുത്തിട്ടില്ല. നമ്മൾ ഈ ഒരു ഏരിയ ആണ് കൃഷിയുടെ ഏരിയ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നമ്മൾ സാധാരണ കൊടുക്കണ പിണ്ണാക്ക് വളം അങ്ങനെയുള്ള വളമൊക്കെ ഉണ്ട്. ആ വളം, അതായത് അവിടെ യൂസ് ചെയ്യുന്ന വളങ്ങളൊക്കെ അല്പം ഇതിന് കൊടുക്കും. അതുപോലെ നല്ല സൺ ഡയറക്റ്റും കിട്ടണ ഏരിയയാണ്. കുറച്ച് കഴിയുമ്പോൾ അവിടെ ഷെയ്ഡും വരാറുണ്ട്. അപ്പോൾ സമ്മിശ്രമായിട്ടുള്ള ഒരു സൂര്യപ്രകാശമാണ് അവിടെ കിട്ടണത് കേട്ടോ. നല്ല ഭംഗിയാട്ടോ. നല്ല വാള് പോലെയുള്ള നല്ല പച്ച നിറത്തിലുള്ള ഇലയാണ്. അതിങ്ങനെ നല്ല ഭംഗിയുണ്ട് നിൽക്കണതാണ്. എനിക്ക് തോന്നുന്നത് ശരിക്കും ബോർഡർ ആയിട്ട് വെക്കാൻ പറ്റിയ ചെടി തന്നെയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ ദാ ഇതുപോലെ ഒരു കമ്പ് വരും കേട്ടോ. ഹൈറ്റിലേക്ക് ഇങ്ങനെ ഒരു കമ്പ് വന്നിട്ട് അതിൻ്റെ തുമ്പത്ത് ദാ ഇതുപോലെ കണ്ടോ, അതിനകത്താണ് നമ്മുടെ പൂക്കൾ ഒളിച്ചിരിക്കുന്നത് കേട്ടോ. പൂമുട്ട് എന്ന് പറയാം. അപ്പോൾ ആ കമ്പ് നീളനെ വന്നിട്ട് അത് മുഴുവൻ വിരിയാണ് ചെയ്യുക. ഒരെണ്ണത്തിൽ 5 or 6 പൂക്കൾ വീതം ഉണ്ടാവും കേട്ടോ. അതുപോലെ ഇതാ നോക്കിയാൽ നമ്മുടെ പൂ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഒരു കമ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഈ കമ്പ് വേണമെങ്കിൽ നമുക്ക് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഇത് വാടി മഞ്ഞ കളറിലായിട്ട് പൂവാണ് ചെയ്യുക കേട്ടോ. ഈ ചെടി സാധാരണ സ്പ്രിംഗ് സീസണിൽ ഇത് നിൽക്കില്ല കേട്ടോ. ഇതിന് റെയിനി സീസണും സമ്മർ സീസണൊക്കെ ഇഷ്ടമാണ്. പിന്നെ അത് അതിൻ്റെ പറ്റാത്ത സമയമാകുമ്പോൾ അതിൻ്റെ ഇല ഇതുപോലെ ഫെയ്ഡായിട്ട് മഞ്ഞ കളറായിട്ട് അത് പിന്നെ ഇങ്ങനെ എന്താ പറയുക കേടായി പോവും. പിന്നെ ഈ ചെടിയെ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് തോന്നില്ല. പിന്നെ അതിൻ്റെ സീസൺ ആകുമ്പോൾ വീണ്ടും പൊട്ടിമുളച്ച് ഇങ്ങനെ വരും കേട്ടോ. നല്ലൊരു പ്രോസസ്സാണ് ഇതിൻ്റെ. നല്ല ഭംഗിയാണ്. നമുക്ക് യാതൊരുവിധ മറ്റ് ചിലവുകളോ ശുശ്രൂഷിക്കാനായിട്ട് മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇതൊരെണ്ണം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കിട്ടാനുള്ള സൂര്യപ്രകാശവും വെള്ളവും നനവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പര് നന്നായിട്ട് അങ്ങോട്ട് വളർന്നോളും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൽ നിന്ന് നല്ല മഴയത്ത് അങ്ങോട്ട് തെറിച്ചിട്ട് വന്നിട്ടുള്ള ഒരു വിത്ത്, അതായത് ആ ഇത് വന്നിട്ടായിരിക്കാം ഈ തെങ്ങിൻ്റെ തൊട്ട് വന്നിട്ട് ഒരെണ്ണം മുളച്ചു കേട്ടോ. അപ്പോൾ അത് ബാലു മാറ്റി നടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരു ബോർഡർ കണക്കാക്കിക്കൊണ്ട് തന്നെ ഇതിനെ ഇപ്പുറത്തേക്ക് മാറ്റി നടാണ് കേട്ടോ. പെട്ടെന്ന് വലിച്ച് പറിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ആ അടിയിലത്തെ ആ കിഴങ്ങ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൂമ്പ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തിരി ക്ഷമയിൽ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോഴേ കമ്പാരേറ്റീവ്ലി മറ്റു ചെടികളെക്കാളും ചെറുതാണ് ഇവനെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ വെട്ടോത്തി മാത്രം പോരാട്ടാ. അപ്പോൾ പിന്നെ ബാലു കൈക്കോട്ടുകൊണ്ട് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ മണ്ണ് ഇളക്കി മാറ്റാണ് കേട്ടോ. ഇത് ശരിക്കുണ്ടല്ല ആ ഒരു വിത്ത് സവാള പോലെയുള്ള ആ ബൾബ് ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും വേരിറങ്ങും. എല്ലാ സൈഡിൽ നിന്നും വേരിറങ്ങിയിട്ട് അത് ശരിക്കും ഭൂമിയിൽ നന്നായിട്ട് ഉറയ്ക്കും കേട്ടോ.
ഇതാ നോക്കിയേ, ഇതാണ് നമ്മുടെ മുതൽ കേട്ടോ. നമ്മുടെ സ്പൈഡർ ലില്ലിയുടെ കിഴങ്ങ് എന്ന് പറഞ്ഞത് ഇതാണ്. പറയുമ്പോൾ ചെറിയ ഒരു ബൾബായിട്ടുള്ളൂ, പക്ഷെ അതിൽ നിറയെ ആ വേരുകൾ കണ്ട അത് നന്നായിട്ട് ഭൂമിയിൽ പിടിച്ച് പറ്റി നിൽക്കും കേട്ടോ. അപ്പോൾ ബാലു എന്തായാലും ആ തെങ്ങിൻ്റെ കടക്കയിൽ കുറച്ച് പാഴ്പുല്ലും കൂടെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി മറ്റേ സ്പൈഡർ ലില്ലികളുടെ കടയിലൊക്കെ അല്പം മണ്ണ് കുറവുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് മണ്ണ് വെട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ തെങ്ങിൻ്റെ ഇപ്പുറത്തെ ഈ സൈഡിൽ അതിനെ കുഴിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ തെങ്ങിന് അതുപോലെ ഈ സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്ന്. അപ്പോൾ അവിടെ നിറയെ വളത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് കേട്ടോ. നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ. അതായത് നമ്മൾ ചാണകം ഇട്ടിട്ടുണ്ട്, അതുപോലെ സീസണലായിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ട്. അതുപോലെ കരിയിലകൾ ഉള്ള സമയത്ത് നമ്മൾ കരിയിലകളെ കുറേ ഇതിൽ ജീർമ്പിച്ച് ചേർത്തിട്ടുണ്ട്. അതുപോലെ ചാരം, അങ്ങനെ എന്ന് വേണ്ട എല്ലാ ധാതുലവണങ്ങളും ഈ പ്രദേശത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇതൊരു പോട്ടിംഗ് ആയിട്ട് ചെയ്യണില്ല, ജസ്റ്റ് ഇവിടെ ഒന്ന് കുഴിച്ചിടാനായിട്ട് ചെയ്യണത്. അപ്പോൾ നല്ലൊരു കുഴി എടുത്തിട്ട് ഇതിനെ സ്റ്റഡി ആക്കി വെച്ചിട്ട് ഒന്ന് ആ തെങ്ങിൻ്റെ കടക്കയിൽ തന്നെയുള്ള ആ വളക്കൂറുള്ള മണ്ണ് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊത്തി അമർത്തിയിട്ട് കൊടുക്കണം കേട്ടോ. കാരണം അത് വേരൊന്നും പിടിക്കുന്നത് വരെ അത് സ്റ്റേബിളായിട്ട് നിൽക്കണം, എന്നാലേ ഈ ചെടി കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പൊത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ സാധാരണ നിങ്ങളുടെ കമ്പോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ സാധാ മണലും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ചകിരി നാരൊക്കെയാണെങ്കിൽ അതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് സാധാ ചെയ്യണ പോട്ടിങ് പോലെ വേണമെങ്കിലും ചെയ്യാട്ടോ. ഇത് ആലോചിക്കണം, പൊട്ടി വീണ്ടും ഇതിൻ്റെ ഇങ്ങനെ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് മണ്ണിൽ വെക്കണതാണ് നല്ലതെന്ന്. ബോർഡറായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഭംഗിയെന്ന്. നട്ടാൽ നനയ്ക്കണം എന്നല്ലേ പറയാറ്. അപ്പോൾ നട്ട് കഴിഞ്ഞപ്പോൾ ബാലു ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാണ് കേട്ടോ. ഇപ്പുറത്ത് കാണുന്ന ചെടികളൊക്കെ പച്ചമുളക് തൈകളുണ്ട്, അതുപോലെ തന്നെ ചീര പാവിയിട്ടുണ്ട്, പിന്നെ ഒരു വള്ളിച്ചീരയാണ് ഇപ്പുറത്ത് കാണുന്നത് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ആ തെങ്ങിൻ്റെ കടയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോഴേ ഇത്ര മാത്രമേ എനിക്ക് ഈ സ്പൈഡർ ലില്ലിനെ കുറിച്ച് പറയാനുള്ളൂ കേട്ടോ. സ്പൈഡർ ലില്ലി എന്നുള്ള പേര് വന്നിരിക്കുക ആ ഒരു പൂവിൻ്റെ ഷേപ്പ് കണ്ടില്ലേ നിങ്ങൾ തുടക്കത്തിൽ ഞാൻ കാണിച്ചിരുന്നപ്പോൾ, സ്പൈഡറിൻ്റെ ഒരു ലുക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ അതല്ല, എന്താണ് അങ്ങനെ പേര് വരാനുള്ള കാരണമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്ഭവം, മറ്റു സവിശേഷതകൾ, ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ, അതിൻ്റെ പോട്ടിങ്ങിനെ കുറിച്ച്, വളങ്ങളെക്കുറിച്ച്, അതിൻ്റെ ലൈഫ് സർക്കിളിനെ കുറിച്ച് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നവർ കമൻ്റായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ എനിക്കും അത് ഉപകാരമായിരിക്കും, എൻ്റെ മറ്റു വ്യൂവേഴ്സിനും അത് ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഇനി വീണ്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോകളിലൂടെ കാണാം. നന്ദി, നമസ്കാരം.